നമസ്കാരം. ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ചയും പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇനി എന്ത് എന്നറിയാതെ സത്യത്തിൽ ഊരാക്കുടുക്കിലായിരിക്കുകയാണ് അമേരിക്ക. ഉപരോധങ്ങൾ, പിന്നെ കപ്പലുകൾ കാണിച്ചുകൊണ്ടുള്ള ഉമ്മാക്കികൾ, ഇതൊന്നും ഇറാനെ ചെറുതായിട്ടൊന്നുപോലും ചലിപ്പിക്കാൻ പര്യാപ്തമായിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഇറാൻ പ്രശ്നത്തിൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ ഉഴറുകയാണ് അമേരിക്കയും കൂട്ടാളികളും. സുൽത്താനറ്റ് ഓഫ് ഒമാനിൽ നടക്കുന്ന രണ്ടാം വട്ട ചർച്ചകൾ, അമേരിക്കയും ഇറാൻ തമ്മിലുള്ള ചർച്ചകൾ എങ്ങും എത്തിക്കാൻ കഴിയാതെ അവസാനിച്ചിരിക്കുകയാണ്. നിർണായകമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു സമവായം ആയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. പ്രധാനമായിട്ടും ആണവ നിർവ്യാപനം, അതാണ് ചർച്ചാ വിഷയം. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ നശീകരണം, തീവ്രവാദ സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ പൂർണ്ണ രൂപത്തിൽ നിർത്തലാക്കൽ, ഇറാൻ സർക്കാരിനെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തെ കടുത്ത പ്രതിരോധത്തിലൂടെയും ആക്രമണങ്ങളിലൂടെയും തകർത്തത്, അതും ഒരു വിഷയമാണ്. ഇതെല്ലാം ചർച്ചാ വിഷയമായിരുന്നെങ്കിലും ഇതിലൊന്നിനും തന്നെ ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ട്രംപ് ഭരണകൂടം, ഇറാൻ ഭരണകൂടമല്ല, ഖൊമീനി ഭരണകൂടമല്ല, ട്രംപ് ഭരണകൂടം ഇനി എന്തെന്നറിയാതെ മൂഢത്വം അനുഭവിക്കുകയാണ് ഇപ്പോൾ അവർ. ചർച്ചയിലൂടെ മേൽപ്പടി വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അത് ഇറാൻ്റെ കീഴടങ്ങലായിരിക്കുമെന്ന് അവർ നന്നായിട്ട് അറിയുന്നുണ്ട്. അത് ഇറാൻ്റെ കീഴടങ്ങലിന് വഴിതെളിക്കുമെന്ന് ഖൊമീനി ഭരണകൂടം അത് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. മേൽപ്പടി വിഷയങ്ങളിലുണ്ടാകുന്ന, അഥവാ US ആഗ്രഹിക്കും വിധത്തിലുണ്ടാകുന്ന ഒരു ഒത്തുതീർപ്പ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള കീഴടങ്ങലിനാണ് കാരണമായി തീരുക. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും, അഥവാ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അത്ര തന്നെ എല്ലാവരും തന്നെ ഭീതിയോടെ ഇക്കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള അവരുടെ കടന്നുവരവ്, ഒരർത്ഥത്തിൽ പറയുമ്പോൾ അധിനിവേശം, അവരുടെ പ്രധാന ലക്ഷ്യം രാഷ്ട്രീയം എന്നതിലുപരി എണ്ണ നിക്ഷേപത്തിൻ്റെ സമൃദ്ധിയാൽ തലപ്പൊക്കം കാണിക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയെല്ലാം അമേരിക്കയുടെ സാമന്തന്മാരാക്കുക. ഇതാണ് ട്രംപിൻ്റെ കുതന്ത്രം. അഥവാ ട്രംപിൻ്റെ ദുരാഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ ട്രംപിൻ്റെ ഈ രീതിയിലുള്ള ദുരാഗ്രഹത്തിൻ്റെ, എണ്ണ നിക്ഷേപം കൺമുമ്പിൽ കണ്ടുകൊണ്ടുള്ള ദുരാഗ്രഹം, അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ പടയൊരുക്കത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ചാലകശക്തി. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. കാരണം അമേരിക്കയുടെ ഇന്ധനക്ഷമത, അവിടെയും ഇന്ധനമുണ്ട്, പക്ഷേ ഇന്ധനം സംശുദ്ധീകരിച്ച് ഉപയോഗ്യമാക്കുമ്പോൾ വരുന്ന ചെലവ്, അതിൻ്റെ പകുതിയോളം മാത്രമാണ് ഇതര രാഷ്ട്രങ്ങളിലുള്ളത്, പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ അറേബ്യൻ രാജ്യങ്ങളിലുള്ളത്. ആയതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഇതിനു മുൻപ് ഇറാഖ്, കുവൈറ്റ് എന്നിത്യാദി സ്ഥലങ്ങളിലുള്ള അവരുടെ അധിനിവേശം
എണ്ണ സമ്പത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് മാത്രമാണ്. അവിടെയുള്ള ഓയിൽ ആൻഡ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഒപെക് അവരെ തങ്ങൾ എപ്രകാരം താളം കൂട്ടുന്നുവോ അപ്രകാരം അവർ തുള്ളിക്കളിക്കണം. ആ ഒരു സാഹചര്യത്തിൽ എത്തിച്ചു ചേർക്കണം. എണ്ണയുടെ വില, ഇന്ധനത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ഞങ്ങളായിരിക്കണം. അതാണ് എക്കാലത്തും അമേരിക്കയുടെ ആഗ്രഹം അഥവാ ദുരാഗ്രഹം. അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ അനവധി കാലഘട്ടങ്ങളായിട്ട് പശ്ചിമേഷ്യൻ ഭൂമികയിൽ നടന്നു വരുന്നത്. അതിൻ്റെ പേരിൽ യുദ്ധങ്ങളുണ്ടായി. ആ രാജ്യങ്ങൾക്ക് അകത്ത് യുദ്ധങ്ങളുണ്ടായി. കുവൈറ്റിനെതിരെ ഇറാഖ് അധിനിവേശം നടത്തി. അവിടെയുള്ള എണ്ണപ്പാടങ്ങൾ മുഴുവൻ കത്തിച്ചു. ഒരു കാലഘട്ടത്തിൽ തലയെണ്ണി ഏറ്റവും വലിയ സമ്പത്തുള്ള രാജ്യമായിരുന്നു കുവൈറ്റ്. അവരിപ്പോൾ നിശ്ചലമാണ്. അവരുടെ പുരോഗതി നിശ്ചലമാണ്. ഏകദേശം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ പുരോഗതി നിശ്ചലമായി കഴിഞ്ഞു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് യുദ്ധത്തിൽ പ്രത്യക്ഷത്തിൽ വിജയം അവർക്കാണെങ്കിലും ആ യുദ്ധത്തിൻ്റെ മൂലകാരണം അവർ പറയുന്നത് സദ്ദാം ഹുസൈനാണ്. ആ സദ്ദാം ഹുസൈനെ അവസാനിപ്പിച്ചുവെങ്കിൽ പോലും പശ്ചിമേഷ്യയിലേക്കുള്ള സമ്പൂർണമായിട്ടുള്ള അധിനിവേശം, പശ്ചിമേഷ്യൻ ഇന്ധനക്ഷമതയുടെ മേലെയുള്ള അവരുടെ നിയന്ത്രണം അതിപ്പോഴും പൂർണ്ണമായിട്ടില്ല. അതിലവർക്ക് വലിയ മനോവ്യഥയുണ്ട്. ഇന്നിപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും സുശക്തമെന്ന് പറയാവുന്നത് പാരമ്പര്യമായിട്ടും പരിചയസമ്പന്നത കൊണ്ടും മറ്റുള്ള ശേഷികളെ കൊണ്ടും കൂടുതൽ ശക്തിയുള്ളത് ഇറാനാണ്. ഇറാനാണ് അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ്പ. ഏതായാലും ഈ ഒരു ഇന്ധനത്തോടുള്ള അത്യാർത്തി അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ്, ഇന്ധനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സൈനിക നീക്കമാണ് വെനസ്വേലയിൽ അമേരിക്ക നടത്തിയത്. വെനസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോന്നു. ആ ഓപ്പറേഷൻ അങ്ങനെ കലാശിച്ചു. ഇന്നിപ്പോൾ വെനസ്വേലയുടെ അവസ്ഥ എന്താണ്? അതൊരു സ്വതന്ത്ര രാജ്യമല്ല. അവിടെയുള്ളത് അമേരിക്കയുടെ കീഴിലുള്ള ഒരു പാവ സർക്കാർ മാത്രമാണ്. വെനസ്വേല അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായി മാറിക്കഴിഞ്ഞു. കപ്പം കൊടുക്കേണ്ടുന്ന നില അത്രത്തോളം എത്തിക്കഴിഞ്ഞു. വെനസ്വേലയുടെ എണ്ണ നിക്ഷേപം പൂർണ്ണമായിട്ടും ഇനി കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയായിരിക്കും. ഈ ഒരു കാര്യത്തിൽ പശ്ചിമേഷ്യ അമേരിക്കയ്ക്ക് കാലങ്ങളേറെയായിട്ട് ഒരു കീറാമുട്ടിയാണ്. പശ്ചിമേഷ്യയെ മൊത്തം ഒരു വെനസ്വേലയാക്കണം. അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ പാരമ്പര്യം കൊണ്ടും അവരുടെ പരിചയ സമ്പന്നത കൊണ്ടും സർവ്വവിധമായിട്ടുള്ള കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ഇറാനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ് എപ്പോഴും അമേരിക്കയുടെ മുമ്പിൽ. ഇറാനെ കീഴ്പ്പെടുത്തിക്കൊണ്ടല്ലാതെ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യൻ സ്വപ്നം പരിപൂർണമായിട്ട് സാക്ഷാത്കരിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ അതിർത്തി ഭേദിച്ചുകൊണ്ടുള്ളൊരു കടന്നാക്രമണം അത് അമേരിക്കയുടെ അജണ്ടയിൽ ഇല്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. മാസങ്ങളായിട്ട് തെളിഞ്ഞു കഴിഞ്ഞു. ട്രംപ് ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇനി അവിടെ അമേരിക്കൻ പൗരന്മാരാരും ഇവിടെ നിൽക്കരുത്, അപകടമാണ്. ഏത് സമയത്തും അവിടെയുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും നഷ്ടപ്പെടും. വിമാനങ്ങൾ പിന്നെ പൊന്താൻ പോകുന്നില്ല. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ അവിടെ നാട് വിടണം. ഞങ്ങൾ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. ഒരുപാട് കപ്പലുകൾ, ഫ്ലീറ്റുകൾ അവിടെ വന്നു. ഞങ്ങൾ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. ഈ രീതിയിൽ
ഒരുപാട് മുന്നറിയിപ്പുകൾ, ഒരുപാട് ഭീഷണികൾ. അതുമാത്രമല്ല, ഇപ്പോൾ പശ്ചിമേഷ്യൻ തീരങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുടെ കെട്ടുകാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതത്രയും ഇറാൻ നോക്കിക്കാണുന്നത് പുച്ഛത്തോടു കൂടിയിട്ടാണ്. അന്തസ്സുള്ളൊരു സന്ധി, അന്തസ്സുള്ളൊരു സമവായം, ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന് കൊടുക്കേണ്ടുന്ന എല്ലാവിധ മാന്യതകളും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സന്ധി, ഒരു സമവായം, അതിന് ഇറാൻ ഒരുക്കമാണ്. പക്ഷെ അമേരിക്ക കൊതിക്കുന്നത് അതല്ലല്ലോ. അതല്ല, ഇനി യുദ്ധമാണ്, സമവായത്തിന് ഒരുക്കമല്ല, യഥാർത്ഥത്തിലുള്ള അന്തസ്സുള്ള സന്ധിക്ക് ഒരുക്കമല്ല, യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ ഒരു സംശയവുമില്ല, ഞങ്ങളും യുദ്ധത്തിന് എന്നേ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇറാൻ്റെ നിലപാട്. അതിനുശേഷം ഇറാനകത്ത് വലിയ അന്തഛിദ്രമുണ്ടാക്കുക, വലുതായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം നടത്തുക, ഇതെല്ലാം എല്ലാ തന്ത്രങ്ങളും അമേരിക്ക പയറ്റി. അങ്ങനെ ഇറാൻ ഭരണകൂടത്തെ പരിപൂർണമായിട്ടും നിർവീര്യമാക്കുക, അവരുടെ മനോനില തെറ്റിക്കുക. ട്രംപിൻ്റെ ഈ സ്വപ്ന പദ്ധതിയും 8 നിലയിൽ പൊട്ടി തകർന്നു കഴിഞ്ഞു. അമേരിക്കയുടെ പിണിയാളുകളായിട്ട് ഏതൊരു കാര്യം എങ്ങനെ അനുവർത്തിച്ചാലും ഞങ്ങൾ പുറകിലുണ്ട് എന്നുള്ള അമേരിക്കയുടെ ഉറപ്പ്, അത് പരിഗണിച്ചുകൊണ്ട് അമേരിക്കയുടെ തന്നെ പിണിയാളുകളായിട്ട് അവതരിച്ച് ഖൊമേനിയെ ലക്ഷ്യം വെച്ച് നടത്തിയ കലാപശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നനഞ്ഞ പടക്കങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. പുറത്തുള്ള റിപ്പോർട്ടർമാർ, മാധ്യമ പ്രവർത്തകരുടെ കണക്കനുസരിച്ച്, സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെ കണക്കനുസരിച്ച് 5000-നടുത്ത് അതിന് മേലെയോ വരുന്ന കലാപകാരികളെ ഗോൾഡൻ വിസ കൊടുത്ത് എന്നേക്കുമായിട്ട് കാലപുരിക്ക് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ വിഷണ്ണരായിരിക്കുകയാണ്. അവർ തുറുങ്കിലിരുന്ന് അഴിയെണ്ണുകയാണ്. അവരുടെ ഗതി എന്താകുമെന്ന് ആർക്കും അറിയില്ല, ദൈവത്തിനൊഴികെ. ട്രംപിൻ്റെ ബുദ്ധിഗുഹയിലെ സിരകളിൽ യുദ്ധം തുടങ്ങാം എന്ന ചിന്ത ഉദിക്കുന്ന നിമിഷത്തിന് മുൻപ് തന്നെ യുദ്ധം തുടങ്ങി വയ്ക്കാൻ ഉറച്ച നിലപാടുമായിട്ട് ഇറാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ട്രംപ് വീണ്ടും 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 ഒരു 100 വട്ടം ആലോചിക്കേണ്ടി വരും അതിർത്തി കടന്നിട്ടുള്ള സൈനിക മുന്നേറ്റത്തിന്. ട്രംപ് തങ്ങളുടെ സൈനിക ശേഷി പ്രകടിപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യൻ റീജിയൻ, അവിടെയുള്ള കടലിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ ഒട്ടും മയപ്പെടാതെയും ഇറാനും തങ്ങളുടെ സൈനിക ശേഷി തുറന്നു കാണിച്ചിരിക്കുകയാണ്. അത് നിസ്സാരമല്ലെന്ന് ലോകം തിരിച്ചറിയുകയാണ്. ഇതിനിടയിലാണ് റഷ്യയും ചൈനയും ഇറാനും ചേർന്ന് നടത്തിയ സംയുക്ത സൈനികാഭ്യാസ പ്രകടനം. അതും ട്രംപിൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂട്ടിയിട്ടുണ്ട്. കാര്യങ്ങളുടെ കിടപ്പ് ഈ വിധമായതിനാൽ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്: യുദ്ധവും അധിനിവേശവും ട്രംപിന് ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കും. ട്രംപിൻ്റെ മനസ്സിൽ തളിരിട്ട കിനാക്കൾ കായ്ഫലം കാണാനാവാതെ കരിഞ്ഞുണങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് സാരം. നമസ്കാരം.